ഒരു കോൺഗ്രസ്സുകാരനെ മറ്റൊരു കോൺഗ്രസ്സുകാരനെ കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത ക്രിമിനൽ പാർട്ടി ആരാണ് എന്നുള്ളത് ഈ കേരളം കണ്ടതാണ്. പറഞ്ഞു മനസ്സിലായില്ല. രണ്ട് ഗ്രൂപ്പായി പോയി എന്നുള്ളത് കൊണ്ടാണല്ലോ രണ്ട് ചെറുപ്പക്കാരെ പച്ചയായി അറുത്ത് കൊന്നത്. ആ പാർട്ടിയാണ് CPM കൊലയാളികളാണെന്ന് പറയുന്നത്. ഇതിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പെരിയ കേസിന്റെ വിധി വന്നിരുന്നു. വിധി വന്നില്ല, ഭാഗ്യമായിട്ട് വരട്ടെ, എല്ലാം കൂടി വരട്ടെ. നീ പറയാം 3-ാം തീയതിക്ക് ശേഷം പറയാം. 3-ാം തീയതിക്ക് ശേഷം പറയാം കേട്ടോ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അതേസമയം AK ബാലൻ പറയുന്നു പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലാന്ന്. പക്ഷെ അങ്ങനെ വിശദീകരിച്ചു പോകാൻ അത്ര എളുപ്പമല്ല. തീർച്ചയായും. ഏതായാലും ജനുവരി 3 ശിക്ഷ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഒരുപക്ഷെ കൂടുതൽ ശക്തമായ നിലപാടിലേക്കും അപ്പീൽ പോകണമെന്ന കാര്യത്തിലേക്കൊക്കെ പാർട്ടി കടക്കും എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ അറിയാം. AK സ്റ്റെഫിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയതാണ്, പ്രത്യേകിച്ച് കുഞ്ഞിരാമൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും പാർട്ടിക്ക്? എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ? ഏതായാലും ദുർബലമായ വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM-ന്റെ ഒരു തീരുമാനമെന്ന് തോന്നുന്നു. കാരണം ആ വാക്കുകളിൽ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലന്റെയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദന്റെയും ഒക്കെ വാക്കുകളിൽ ആ നിസ്സഹായത CPM-ന്റെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു താക്കീതായി CPM ഇനിയെങ്കിലും കണക്കാക്കുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ കേരള രാഷ്ട്രീയത്തെ തന്നെ നടുക്കിയ, നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും ഒരു വേദനയായി തന്നെ നിൽക്കുന്ന TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം CPM-നുണ്ടായ പ്രതിസന്ധി പ്രത്യേകിച്ചും ആ സ്ഥലത്ത് നമുക്ക് അറിയാവുന്നതാണ്. കാരണം CPM-ന്റെ ഏറ്റവും ഉറച്ച കോട്ടയായിരുന്നു വടകര എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം ആ വടകര ഇപ്പോൾ ഒരു മോഹമായി മാത്രം CPM-ന് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി, കാസർഗോഡ് പാർലമെന്റ് സീറ്റാണ് യഥാർത്ഥത്തിൽ CPM-ന് കൈവിട്ടു പോയത്. എങ്കിൽ തന്നെയും 6 നേതാക്കൾ CPM-ന്റെ മുൻ MLA-യും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന ആളുൾപ്പെടെ 6 നേതാക്കൾ ഉൾപ്പെട്ടിട്ടും ഇപ്പോഴും CPM ഈ ഒരു ദാരുണമായ കൊലപാതകത്തെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രതികളെ രക്ഷിക്കാൻ സഹായിച്ചു എന്നുള്ള രീതിയിൽ കോടതി തന്നെ കണ്ടെത്തുന്നു. എന്നിട്ടും പാർട്ടി അപ്പീൽ പോകും, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുമോ? അത് രാഷ്ട്രീയമായി എന്ത് സന്ദേശമാണ് നൽകുന്നത്? അവിടെ ഈ KV കുഞ്ഞിരാമന് വേണമെങ്കിൽ പറയാം, അത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതിനോ ആസൂത്രണം ചെയ്തതിനോ അല്ലല്ലോ ശിക്ഷ. അത് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, അതൊക്കെ സ്വാഭാവികമാണ്. അവിടെ പാർട്ടി പ്രവർത്തകർക്കെതിരെ അനാവശ്യമായി കേസ് വരുമ്പോൾ പാർട്ടി നേതാക്കൾ എന്ന നിലയിൽ അവർ സംരക്ഷിക്കും. അതിനെന്താണ് കുഴപ്പമെന്ന മറുചോദ്യം CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരാം. പക്ഷേ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയുന്നവരുടെ പാർട്ടി ബന്ധം, ഒന്നാം പ്രതി പീതാംബരന്റെ പാർട്ടി ബന്ധം, അവയൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനിയും നിയമയുദ്ധം തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏതായാലും അപ്പീൽ പോകുമെന്ന് ശരത് ലാലിനെയും കൃപേഷിനെയും കുടുംബവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് CPM-ഉം പറയുമ്പോൾ ഇത് വീണ്ടും തുടർന്നും ഒരു വലിയ ഒരു രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് തന്നെ പോകാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിലെല്ലാം തന്നെ ഏറെ നിർണായകമായ ഒരു ചർച്ചാ വിഷയമായി ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ചും കോടതി വിധി ഏത് തരത്തിൽ വരുന്നു എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. അത് ഏതായാലും വലിയ ചർച്ച ഈ 2 തെരഞ്ഞെടുപ്പിലും വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കാസർഗോഡ് ഇനി ജില്ലാ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ജില്ലാ സമ്മേളനം കാസർഗോഡ് തുടങ്ങും. അപ്പോൾ അവിടെയും പാർട്ടിക്ക് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും, നേതൃത്വത്തിന് മറുപടി പറയേണ്ടി വരും. ഇതിനെതിരെയുള്ള എതിർ സ്വരങ്ങൾ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് ഇതിനെ ന്യായീകരിച്ച് അല്ലെങ്കിൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന നേതൃത്വത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അത്തരം ഒരു വിമർശനം ഉയർന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം.